ഞങ്ങളുടെ 19 കുടുംബങ്ങളിലെ ആൺകുട്ടികൾ സൗദി അറേബ്യയിൽ അവിടെ പെട്ടുപോയി. ഇവിടെ നിന്ന് ഒരു ഏജൻസി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം അവരെ കാട്ടില് അറബിയെന്നോ അങ്ങനെയൊക്കെ പറയുന്ന ടൈപ്പ് ആൾക്കാർ അവരാണ് കൊണ്ടുപോയത്. പട്ടിണിയിലും ഏകാന്തതയിലും ഒക്കെപ്പെട്ട് ഒരു തടവിൽ പിടിക്കപ്പെട്ട ആൾക്കാരെ പോലെ ആയിപ്പോയി. ഒരു കുബൂസ് മാത്രം ഒരു ദിവസം, ഒരു കുപ്പി വെള്ളവും. അപ്പോൾ അറബി പറയുന്നത് നല്ലപോലെ ജോലി ചെയ്താൽ മാത്രം നിനക്കെല്ലാം ഭക്ഷണം തരും. ഇനി അവിടെ കിടന്ന് മരിച്ചു പോയാൽ അയാൾ ആ മണൽക്കാട്ടിൽ കുഴിച്ചിടുകയുള്ളൂ. 19 പേരും മരിച്ചു പോയാലും അയാൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുകയില്ലെന്ന് ഇവർക്ക് ബോധ്യമായി. കാരണം അത് അങ്ങനെ ഒരു ലോലെസ്, നിയമമില്ലാത്തൊരു സ്ഥലത്ത് പെട്ടെന്ന് പോലെ ആയിപ്പോയി. മണൽക്കാട്ടിലെ ഈ അധിപന്റെ മുന്നിൽ ഇയാളെ അവിടെ നിന്ന് നേരെ പോലീസുകാർ പൊക്കി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇയാൾ ഭയങ്കര ഭീഷണിയാണ്. എന്നെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്, ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്, നിങ്ങളെ കാണിച്ചു തരാൻ ആ ബന്ധമുണ്ട് ഈ ബന്ധമുണ്ട്, എന്നെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്താണ്, എന്നെ ചീറ്റ് ചെയ്തിട്ടാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത് പൈസ, എനിക്ക് ഉത്തരവാദിത്തമില്ല, ഞാനതൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ ഓഫീസിൽ ഞാൻ കാണിച്ചു തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ പിടിച്ചതന്നെ ഞാൻ നിങ്ങളെയൊക്കെ ജോലി കളയുന്നൊക്കെ പറഞ്ഞ് വേളായി. ഞാൻ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ഹിന്ദിയിലും ബാക്കി ഇംഗ്ലീഷിലും ഞാൻ അവരുടെ കാര്യം പറഞ്ഞു. ഇവരെ ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്ത് ചെയ്യില്ലാത്ത നല്ല ഇടിയും കൊടുക്കും. അത് കഴിഞ്ഞാൽ നീ എവിടെയാണെങ്കിലും ശരി നിന്നെ ഞാൻ പിടിക്കും, പിന്നെ നീ പണി ചെയ്യാത്ത ഞാൻ നിന്നെ ശരിയാക്കി തരും. 19 FIR നിന്റെ പേരിലുണ്ടാവും. മനുഷ്യനുണ്ടായ കാലം മുതൽ ചീറ്റിംഗ്, അത് ചതിവ് മനുഷ്യന്റെ കൂട്ടത്തിൽ കൂടി വന്നിട്ടുള്ളതാണ്. കുറേ പഴയ അങ്ങനെ കുറച്ച് കുറ്റകൃത്യങ്ങളുണ്ട്, മോഷണം അതുപോലെയൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഈ മോഷണത്തെക്കാൾ ആളുകൾ കുറച്ചുകൂടെ കൂടുതൽ പണം സമ്പാദിക്കാനും കൂടുതൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനും ഒക്കെ ഉള്ളൊരു പുതിയ ട്രെൻഡായിട്ടാണ് ഈ ചീറ്റിങ്ങിനെ കാണുന്നത്. പലതരം ചീറ്റിംഗ്. ഞാൻ ഓർക്കുന്നത്, ഞാൻ SA ആയിരിക്കുന്ന സമയത്ത് ആട് തേക്ക് മാഞ്ചിയൊന്നും പറഞ്ഞ് കുറേ ആൾക്കാരെ പറ്റിച്ചു. അതിനുശേഷം ഫ്ലാറ്റ് തട്ടിപ്പായി. എപ്പോഴും മനുഷ്യനെ പറ്റിക്കാനാണ് നമ്മൾ ചെന്ന് വീണ്ടും കൊടുക്കും. അതിനുശേഷം സൈബർ തട്ടിപ്പുകളായി, കൂടുതൽ പണം ഓഫർ ചെയ്തിട്ടുള്ള തട്ടിപ്പുകളായി. ഇതൊന്നും കൊണ്ട് നമ്മളും പഠിക്കത്തില്ല. ഞാൻ AC ആയിരിക്കുമ്പോൾ ഓർക്കുന്നത് വളരെ ദയനീയമായൊരു സംഭവം. അതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസും ആണ് ഞാനിപ്പോൾ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു ദിവസം രാവിലെ ഓഫീസിലോട്ട് കയറി ചെല്ലുമ്പോൾ മിക്കവാറും അവിടെ ഒരു പെരുന്നാളിന് ആളുണ്ടാവും. നമ്മൾ ചെല്ലുമ്പോൾ ഓഫീസിൻ്റെ പുറത്ത് എൻ്റെ താഴത്തെ നിലയിൽ പോലീസ് സ്റ്റേഷനുണ്ട്, മുകളിൽ CA ഓഫീസുണ്ട്. അപ്പോൾ ഈ 3 ഓഫീസുകളും കൂടെ ഒരു ഘട്ടമായതുകൊണ്ട് നിറച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ എൻ്റെ ഓഫീസിന് മുന്നിൽ ഇത്രയും പേരുണ്ടാവില്ല. ഈ താഴത്തെ 2ഉം അരിച്ചെത്തുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ക്രൈംസ് ഒക്കെ ആയിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ കുറേ അധികം സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ട്. അവരെ കണ്ടാൽ തന്നെ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ എന്തോ സംസാരിച്ചപ്പോൾ തന്നെ അവർ നമ്മുടെ വടക്കൻ മേഖല, കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലായി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മേഖലയിൽ നിന്നുള്ള കുറേ പേര്. അവരോട് ചോദിച്ചപ്പം 1-2 പ്രായമായ ആൾക്കാരൊക്കെ തളർന്ന് തറയിൽ ഇരിപ്പുണ്ട്. അപ്പം എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണ് പറഞ്ഞത്. ഞങ്ങളുടെ 19 കുടുംബങ്ങളിലെ ആൺകുട്ടികൾ സൗദി അറേബ്യയിൽ ജോലിക്കെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ പെട്ടുപോയി. ഇവിടെ നിന്നൊരു ഏജൻസി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം അവരെ അവിടുത്തെ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള അറബ്സ് ഒന്നും അല്ല ഇവരെ ജോലിക്കെടുത്തത്. പകരം ഈ ഉള്ളിലോട്ട് മാറി കാട്ടിലെ അറബിയെന്നോ അങ്ങനെയൊക്കെ പറയുന്ന ടൈപ്പ് ആൾക്കാർ അവരാണ് കൊണ്ടുപോയത്. അവർ കൊണ്ടുപോയിട്ട് അവരുടെ പഴയ ഇതിലെ പോലെ അവിടെ കൊണ്ടുപോയി ആൾക്കാരെ ഈ മണലാരണ്യത്തിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. അവിടെ എന്തോ ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ട്, അതിനകത്താണ്. AC ഒന്നും ഇല്ല. അപ്പം ഡെസേർട്ടിന് ഉള്ള ചൂടും ചില സമയങ്ങളിൽ രാത്രിയുള്ള അതിഭയങ്കരമായ തണുപ്പൊക്കെ സഹിച്ച് അവർ അവിടെ കൊണ്ട് വിട്ടതിന് ശേഷം തിരിച്ച് അവർക്ക് ഇങ്ങോട്ടേക്ക് പോരണമെങ്കിൽ ദിവസങ്ങൾ നടന്നാലേ ഇത് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് പോരാൻ പറ്റുള്ളൂ, വഴി തെറ്റും. അപ്പോൾ ഇവരുടെ സഹായമില്ലാതെ ഈ പെട്ടുപോയവർക്ക് ഇപ്പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടുപോയി പെട്ടു. 19 ചെറുപ്പക്കാരാണ്. ജീവിതത്തെ പറ്റിയും വീടിനെ പറ്റിയും മറ്റുള്ളവരെയൊക്കെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ വലിയ തുകകളൊക്കെ കൊടുത്ത് കയറിപ്പോയത്. പക്ഷെ അവിടെ പെട്ടുപോയി. ഈയിടെ ഈ ഒരു സൈബർ തട്ടിപ്പിന്റെ കഥ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ കുറച്ച് പുരുഷന്മാരെയും സ്ത്രീകളെയും IT അതെല്ലാം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയി അവരെ ഉപയോഗിച്ചിട്ട് തായ്ലൻഡിലോ സിംഗപ്പൂരോ ഒക്കെ വലിയൊരു ഏജൻസി കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ലോകം മുഴുവനുള്ള സൈബർ തട്ടിപ്പുകൾക്ക് അവരെ ഉപയോഗിച്ചിരുന്നതായിട്ട് വായിച്ചു. അത് വേറെ തരം തട്ട്. അപ്പോൾ ഈ കൊണ്ടുപോയ ആൾക്കാരെ എറണാകുളത്തുള്ള ഏജൻസിയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അതിലെ ഏറ്റവും സങ്കടകരമായ ഭാഗം എന്ന് പറയുന്നത്, ഇവരവിടെ പോയതിനു ശേഷം ഇവർക്കൊരു പൈസ ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും കൊടുക്കാറില്ല. ഇനി അതിനേക്കാൾ മോശമായ സ്ഥിതി എന്ന് പറയുന്നത് കൃത്യമായി ഭക്ഷണം കിട്ടാറില്ല. വെള്ളവും ഭക്ഷണവും കൊണ്ടുപോയി ആ മണലാരണ്യത്തിലെ ഇവരെ കാണാവുന്ന ദൂരത്ത് കൊണ്ടുപോയി ഇടും.
വണ്ടി ഇട്ടിട്ട് അവിടെ ഈ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് വണ്ടി പോകും. അവിടെ നിന്ന് ആൾക്കാർ ഇത് എടുക്കാനായിട്ട് യാത്ര തുടങ്ങുമ്പോൾ തന്നെ വണ്ടി വിട്ടു പോകും. അപ്പോൾ ഒരിക്കലും ഈ വണ്ടിക്കാരനും ഈ ആൾക്കാരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല. അപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത് ആട് മേയ്ക്കലാണ്, പിന്നെ മരത്തിൽ കയറി എന്തൊക്കെയോ കൃഷിക്കൊക്കെ സഹായിക്കണം, ഇതൊക്കെയാണ് സംഭവം. ഇവർക്ക് ഇതൊന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതൊന്നും ചെയ്യാനുള്ള ആരോഗ്യം നഷ്ടമായി. ഇവിടെ നല്ലപോലെ നമ്മൾ കുഴിമന്തിയും ചിക്കനും ഒക്കെ കഴിച്ച് നടക്കുന്ന കുട്ടികൾ ഒന്നും ഇല്ലെങ്കിലും അച്ഛനമ്മയും കടം വാങ്ങിച്ചാണെങ്കിലും മക്കളെ കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് പെട്ടെന്ന് പട്ടിണിയിലും ഏകാന്തതയിലും ഒക്കെ പെട്ട് ഒരു മറ്റേ തടവിൽ പിടിക്കപ്പെട്ട ആൾക്കാരെ പോലെ ആയിപ്പോയി. ശ്വാസം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. അവർക്ക് മനസ്സിലായി ചതിക്കപ്പെട്ടു, പൈസ നഷ്ടപ്പെട്ടു, ഇനി എങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ പലരും പറയുന്നുണ്ട്, വേണ്ടടാ നമുക്ക് ഇവിടെ കിടന്നങ്ങ് മരിച്ചു പോകാം, അല്ലാതെ ഇനി നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് ഇനി നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് എന്തിനാണെന്ന് ചിലർ. അതല്ല, എൻ്റെ ഭാര്യ പ്രസവിച്ചുള്ളൂ, ഞാൻ ആ കൊച്ചിനെ മുഖം കണ്ടിട്ടില്ല, എനിക്കൊന്ന് ഒന്ന് തിരിച്ചു പോയി അവളെ അവിടെ ഒന്ന് കാണണം. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ രണ്ടു തരം അഭിപ്രായങ്ങളുമായിട്ട് അവർക്ക് ഈ അഭിപ്രായങ്ങൾ പറയുന്നല്ലാതെ മറ്റു യാതൊരു മാർഗമില്ല. അപ്പം വീട്ടിലെ ഉമ്മ ഞാൻ കയറിപ്പോരുമ്പം അസുഖമായിരുന്നു. ഇതൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞാണ് അവിടേക്കെന്ന്. അപ്പോൾ ഉമ്മ അസുഖമായിരുന്നു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയില്ല, ഒരു ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. അവർ എൻ്റെ ഒരു തടവറയിൽപ്പെട്ട പോലെ പോയി. കുറേ ദിവസം അവരിങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അറബി ഇവരെ കൊണ്ട് കൂടുതൽ ടാർഗറ്റ് നിശ്ചയിച്ചിട്ട് വരും. അതെല്ലാം കയറി തീർന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം തരും, അല്ലെങ്കിൽ ആ ആടിനെ അവിടെ കൊണ്ടുപോകണം, അവിടെ ഇവിടെ അത് കറന്ന് ഇങ്ങോട്ട് വെക്കണം, ഇങ്ങനെയൊക്കെ പറയും. ഇനി ഇയാളുടെ കൂട്ടത്തിൽ കുറച്ച് ശിങ്കിടികളുണ്ട്. ഇവരെന്തെങ്കിലും പറഞ്ഞാൽ നല്ല അടിയും കൊടുക്കും. അവർ പെട്ടുപോയി. ഇവരോട് ദയക്കും കരുണയ്ക്കും ഒക്കെ യാചിച്ചിട്ടൊന്നും കൊടുക്കും, അവർ യാതൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ഒന്നുകൂടെ മെരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കുറയ്ക്കുകയും വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്തു. ഒരു കുബൂസ് മാത്രം ഒരു ദിവസം, ഒരു കുപ്പി വെള്ളവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ വെള്ളം വേണ്ടപ്പോൾ കുടിച്ച് ശീലിച്ച മലയാളി പയ്യന്മാർ അവിടെ പോയിട്ട് ഒരു കുപ്പി വെള്ളവും ഒരു കുബൂസുമായിട്ട് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ അറബി പറയുന്നത്, നല്ലപോലെ ജോലി ചെയ്താൽ മാത്രം നിനക്കെല്ലാം ഭക്ഷണം തരും, ഇല്ലെങ്കിൽ ഭക്ഷണമില്ല. അതാണ് അന്ത്യശാസനം. അപ്പോൾ ഇവർ മിച്ചമുള്ള ആരോഗ്യവും എനർജിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കാണിക്കണം. അയാൾക്കറിയാം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇനി അവിടെ കിടന്ന് മരിച്ചു പോയാൽ അയാൾ ആ മണൽക്കാട്ടിൽ കുഴിച്ചിടുകയുള്ളൂ. എത്ര പേര് വന്നിട്ട് ഈ 19 പേരും മരിച്ചു പോയാലും അയാൾക്കെതിരെ ചെറുപേരിൽ പോലും അനക്കുകയില്ലെന്ന് ഇവർക്ക് ബോധ്യമായി. കാരണം അത് അങ്ങനെ ഒരു ലോലെസ്, നിയമമില്ലാത്തൊരു സ്ഥലത്ത് പെട്ടെന്ന് പോലെ ആയിപ്പോയി. മണൽക്കാട്ടിലെ ഈ അധിപന്റെ മുന്നിൽ ഒരു ദൈവം പ്രതീക്ഷിക്കേണ്ടാത്ത സമയം. അങ്ങനെ ഇരിക്കെ ഇവരിങ്ങനെ സകല ദൈവങ്ങളെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം ഒരാൾ നടന്നുപോയി. അയാൾ കുറേ സമയമെടുത്ത് പോയി വെള്ളം കൊണ്ടുവന്ന് വെക്കുന്ന അതിൻ്റെ അടുത്ത് പോയി മണലിൽ പറ്റിക്കിടന്നു. അപ്പോൾ ഇവർ സാധാരണ അവിടെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് ഇയാൾ ഒളിച്ചു കിടന്നത്. കൊണ്ടുവന്ന് വെച്ചപ്പം അയാൾ ആ നാട്ടുകാരനല്ല, അയാൾ വേറെ എവിടെ നിന്നോ വന്ന ഈ വാൻ്റെ ഒരു ഡ്രൈവറാണ്. അപ്പോൾ അയാളും വേറെ ആരോടും കൂടെ ഉണ്ട്. ഇയാൾ അവിടെ നിന്ന് പെട്ടെന്ന് ഈ മണ്ണിൽ നിന്നിട്ട് ഇയാൾ ഉച്ചത്തിൽ അലറി വിളിച്ചു, പോകില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഈ പുറത്തുനിന്ന് വന്ന ഇതുപോലെ ഏതൊരു അവസ്ഥയിൽപ്പെട്ട് വന്ന ഒരാളായിരിക്കണം. അയാൾക്ക് ദയ തോന്നി ഇയാളോട് വണ്ടി ഇട്ട് കഴിഞ്ഞപ്പം ഇയാൾ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഫോൺ ചെയ്യണം. പറഞ്ഞു, ഞാൻ തരത്തില്ല, ഫോൺ ചെയ്ത് അറിഞ്ഞാൽ അറബി എന്നെ കൊല്ലും, ഞാൻ തരികയില്ല. ഞാനും കുറേ പൈസയൊക്കെ കൊടുത്ത് അന്യനാട്ടിൽ നിന്ന് വന്നവരാണ്, എനിക്ക് പാകിസ്ഥാനിയോ ബംഗ്ലാദേശോ ആരോ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ഇതൊന്നും തരത്തില്ല. അപ്പോൾ ഇയാൾ കരഞ്ഞ് പറഞ്ഞ്, എൻ്റെ അമ്മ മരിക്കാറായി കിടക്കുകയാണ്, ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ അയാൾ വളരെ സങ്കടപ്പെട്ടു. അപ്പം ഇയാളെ സങ്കടം കണ്ടപ്പം ഈ വന്നയാൾ വിചാരിച്ചു അയാൾക്ക് അമ്മയൊക്കെ ഉള്ളതായിരിക്കുമല്ലോ, ഒരു അമ്മയുടെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പം അയാൾ പറഞ്ഞു, ശരി ഫോൺ തരാം, ഒറ്റ പ്രാവശ്യമേ വിളിക്കാവുള്ളൂ, വിളിച്ചിട്ട് എന്തായിരുന്നു ചോദിക്കണം, പെട്ടെന്ന് തരണം, നീ വല്ലതൊക്കെ വിളിച്ചു പറയാം. അപ്പോൾ അവർക്ക് പറയാം ഇവരെ അടിമയാക്കി വെച്ചിരിക്കുകയെന്നറിയാം. ഇപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ക്രൂരത ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കണം, എങ്ങനെ തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യാവുന്നതിനൊക്കെ പറ്റി റിസർച്ച് നടത്തുന്ന അറബിയാണ് അയാൾ. തനി ക്രൂരൻ. ഇയാൾ പറഞ്ഞത്, നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ തല്ലിക്കൊന്നി മണ്ണി കുച്ചിട്ട് കളയും, അതുകൊണ്ട് സൂക്ഷിച്ച് വേഗം തരാൻ പറഞ്ഞു. പിന്നെ ആദ്യം ചെയ്തത് ഇവൻ്റെ വാപ്പയെ വിളിച്ചു, കാസർഗോഡുകാരനാണ്. വിളിച്ചിട്ട് പറഞ്ഞ്, ഞങ്ങൾ ഇവിടെ പെട്ടിരിക്കുകയാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്നതാണ് അയാളുടെ പേര്, പക്ഷേ ഞങ്ങൾക്ക് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്ത് കിടക്കാൻ പറ്റുകയില്ല. പിന്നെ ഞങ്ങൾ നടന്ന് പുറത്തേക്ക് പോകുന്ന അയാളുടെ സത്യപ്പെട്ട അയാൾക്ക് കിങ്കരന്മാരും കൂടെ ഞങ്ങളെ തല്ലിക്കൊന്നു കളയും. പിന്നെ ആരാണോ ലീഡ് ചെയ്യുന്നത് അവനെ തല്ലി കുഴിച്ചിട്ടുണ്ട്, മണ്ണി കുഴിച്ചിട്ട് അയാൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികാരികൾ വന്ന് ഞങ്ങളെ രക്ഷിക്കുക, അല്ലാതെ മാർഗമൊന്നുമില്ല.
ഞങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റത്തില്ല, ഇല്ല ഞങ്ങളെല്ലാം ചത്തുപോകും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു കുബൂസും ഒരു കുപ്പി വെള്ളത്തിലും ആണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ഇയാളുടെ വാപ്പ ബോധം കിട്ടുക. അപ്പോൾ ഇയാൾ ഫോണും പിടിച്ച് താഴെ വീണ്, അപ്പോൾ ഹലോ ഹലോ അയാളുടെ വീട്ടിൽ നിന്ന് ആരോ ഓടി വന്നപ്പോഴത്തെ അപ്പുറത്ത് ഹലോ ഹലോ മാത്രം കേട്ടു. അപ്പോഴത്തേക്ക് മറ്റേ ഫോൺ പിടിച്ച് വാങ്ങിച്ചു. ഇയാൾ ബോധം വീണപ്പോൾ ഇയാൾ പറഞ്ഞത് നമ്മുടെ മകൻ അവിടെ പെട്ട് കിടക്കുകയാണ്, അവൻ ഇതാണ് സംസാരിച്ചത്, ഇന്ന ഏതോ ഒരു അറബിയുടെ പേര് പറഞ്ഞു, അതും കൃത്യമായിട്ട് ഇയാൾക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ പോയി ലൊക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നുമില്ല. എവിടെയാണെന്നറിയാതെ ഇവർക്ക് ഈ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അന്യനാട്ടിൽ കിടക്കുന്നതിന്. അവരൊക്കെ പാവങ്ങളാണ്. അപ്പോൾ അവർക്ക് ആകെ അറിയാവുന്ന സംഭവം ഇനി അമേരിക്കയിൽ പോയി പെട്ടുപോയാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകാനല്ലാതെ അവർക്ക് അപ്പുറത്തേക്ക് അറിയില്ല. മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഒരുവിധം ആളായപ്പോഴത്തേക്ക് കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് ഉള്ളതൊക്കെ വിറ്റ് വിട്ട് കയറിപ്പോയ ആളുകളാണ്. അവർക്ക് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, ഒന്നും പറയാനുമില്ല. അപ്പോൾ ഇയാൾ കരഞ്ഞു വിളിച്ച് പിന്നെ അടുത്ത വീട്ടിൽ ഇയാൾ ആരോ ഒരുത്തൻ പോയത് അറിയാം, ഇയാളുടെ ഇവൻ്റെ കൂട്ടത്തിൽ. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും സ്ഥിതി ഇതാണ്. കുറേ ദിവസങ്ങളായിട്ട് ഫോൺ കോളില്ല. അവിടെ പിന്നെ അവൻ്റെ ഭാര്യ പ്രസവിക്കാറായിട്ടുണ്ട്, അവൾ കരച്ചിലാണ്. അവിടെ വേറൊരു സിറ്റുവേഷനാണ്. അങ്ങനെ 19 വീട്ടിലും 19 തരത്തിലുള്ള ദുഃഖം. അതാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നൊക്കെ കേൾക്കുക, ഒരു ഉമ്മ പറഞ്ഞു എനിക്ക് മരിക്കണതിന് മുമ്പ് അവനെ ഒന്ന് കാണണം. അപ്പോൾ കണ്ണൂരുകാരുണ്ട്, കോഴിക്കോടുകാരുണ്ട്. അപ്പോൾ കണ്ണൂരുകാർ പറഞ്ഞു അവനൊന്ന് കൈ കിട്ടിയാൽ മതിയായിരുന്നു. ഓരോ നാടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അവനൊന്ന് കൈ കിട്ടിയാൽ മതിയായിരുന്നു, അവൻ ഞങ്ങളെ പൈസ മേടിച്ചത്. ഇവരുടെ കയ്യിലൊരു ഫോൺ നമ്പരേ ഉള്ളൂ. ആ ഫോൺ നമ്പറിൽ ഒരാളെയാണ് ഇവർ ബന്ധപ്പെട്ടിരുന്നത്. അവർക്ക് എറണാകുളത്ത് ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസിൽ കൊണ്ടുവന്നാണ് പണം കൊടുത്തിരുന്നത്. ഇവർ പോയിട്ട് 2-3 മാസമേ ആയുള്ളൂ. ഒരുവിധം തിരക്കില്ലാത്ത രീതിയിലായാലും അയാൾ പലരെയും ഇതൊക്കെയൊന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഓഫീസ് പൂട്ടി സ്ഥലം വിടുകയും ചെയ്തു. അപ്പം അതോടുകൂടി ആ ട്രേസ് ചെയ്യാനുള്ള ഇത് അവസാനിച്ചു. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പം ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളുടെ പേര് ഇതായിരുന്നു, അവളുടെ ഫോൺ നമ്പറുണ്ട്, കാരണം അവളെ 1-2 പ്രാവശ്യം ഇയാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ ഇന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി ഫോർട്ട് കൊച്ചിയിൽ എവിടെയോ ഉള്ളതാണ്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ എടുത്തിട്ട് ഞങ്ങൾ അവിടെ വിളിച്ചവർ സംസാരിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു എനിക്കറിയില്ല, എവിടെ കയറ്റി വിട്ടു, എനിക്ക് ശമ്പളം തന്നില്ല, 3-4 മാസം തരായിരുന്നപ്പോൾ ഞാൻ ഇട്ടിട്ട് പോന്നു. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പാവം പെൺകുട്ടിയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കേണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചീറ്റിംഗ് കേസിൽ അവൾ പ്രതിയായെന്നും പറഞ്ഞ് ഇവിടെ വേളമാവും, അവിടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കുന്നത്. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയി അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഇയാളുടെ വീട് കൊല്ലത്ത് ഒരു പ്രത്യേക സ്ഥലത്താണ്, അയാൾക്ക് വേറൊരു ഫോൺ നമ്പറുണ്ട്, അപ്പം അതിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, അത് ആർക്കും ഇല്ല, ഞങ്ങളുടെ ഓഫീസിൽ എന്നെ ഇവിടെ മാത്രമേ തന്നിട്ടുള്ളൂ, അത്യാവശ്യം വിളിക്കാൻ തന്നാണ്, അത് പക്ഷേ കുറച്ചു കാലം ഉപയോഗിക്കുന്നില്ലായിരുന്നു, ഈ ഫോൺ കട്ടായി പോയി, ഇനി അതും ചിലപ്പോൾ കട്ടായി പോയി കാണുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അതിനകത്ത് വിളിക്കാനൊന്നും പോയില്ല. വന്നിട്ട് നേരെ ആ ഫോണിൻ്റെ ലൊക്കേഷൻ എടുത്തപ്പം അയാളുള്ള സ്ഥലം മനസ്സിലായി. അപ്പം തന്നെ ഒരു വണ്ടി വിളിച്ച് നേരെ 3 പോലീസുകാരെ അങ്ങോട്ടേക്ക് അയച്ചു. ഇയാളുടെ അടുത്തുനിന്ന് ഈ ആട്ടുകാരെ പറ്റിച്ച് കിട്ടിയ പൈസയും കൊണ്ട് പുള്ളി ടൂറാണ്, വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയി പുതിയ ഓഫീസ് ഇട്ടു. അവിടെ വമ്പൻ പരസ്യമൊക്കെ കൊടുത്ത ആൾക്കാരെ വെച്ചിട്ട് വീണ്ടും കയറ്റി വിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി അതിനകത്ത് വ്യാപൃതനാണ്. ഇയാളെ അവിടെ നിന്ന് നേരെ പോലീസുകാർ പൊക്കി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇയാൾ ഭയങ്കര ഭീഷണിയാണ്. എന്നെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്, ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്, നിങ്ങളെ കാണിച്ചു തരാൻ, ആ ബന്ധമുണ്ട് ഈ ബന്ധമുണ്ട്, എന്നെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്താണ്, അപ്പം ഞങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ചീറ്റ് ചെയ്തിട്ടാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത് പൈസ, എനിക്ക് ഉത്തരവാദിത്തമില്ല, ഞാനതൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ ഓഫീസിൽ ഞാൻ കാണിച്ചു തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ പിടിച്ചു തന്നെ ഞാൻ നിങ്ങളെയൊക്കെ ജോലി കളയുമെന്നൊക്കെ പറഞ്ഞ് വേളായി. ഇപ്പോൾ പോലീസുകാർ ചെറുതായിട്ടൊന്ന് വിഷമിച്ച് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും വരട്ടെ, നമുക്കതങ്ങ് നോക്കാം. കാരണം ഈ 19 വീട്ടുകാർ ഇവിടെ നമ്മുടെ ഇവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത്, ഇടയ്ക്ക് കൊച്ചുകുട്ടികൾ കരയുന്നുണ്ട്, അമ്മമാരുടെ കരച്ചിലുണ്ട്, ഒരു പുരപ്പറമ്പ് പോലെയാണ് ഇവിടെ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിനകത്ത് വന്നവർക്ക് പലർക്കും ഭക്ഷണം കഴിക്കാൻ പൈസയില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ അവർ വണ്ടി കയറി ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവർക്ക് ഇതാണ് അവസാനത്തെ ആശ്രയം. അപ്പോൾ നമുക്ക് അത്രയും സീരിയസ് ആയിട്ട് ഈ വിഷയം ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ സങ്കടത്തിന് ചിലപ്പോൾ മരണത്തിനൊക്കെ വരെ നമ്മൾ സാക്ഷി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുത്തു. എനിക്ക് തോന്നുന്നു അന്നൊക്കെ അവിടെ ഓഫീസിലൊക്കെ ഭയങ്കര തിരക്കുള്ള സമയം, കോടതികൾക്ക് റിപ്പോർട്ട് കൊടുക്കുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം മാറ്റി വെച്ചിട്ട് സിഇമാരും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് കൂടി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ കൊണ്ടുവന്നതിന് ശേഷം ചോദിച്ചപ്പം ഇയാൾ ഞങ്ങളുടെ അടുത്ത് അയാളെ പറ്റിച്ചു, അങ്ങനെയാണ് ഇങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 2 പ്രായമുള്ള ആൾക്കാരുടെ മൊഴി മേടിച്ച് 2 എഫ്ഐആർ എടുക്കുക.
ഇവന് നമുക്കൊന്ന് ജയിലിലേക്ക് ഇട്ട് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ജയിലിൽ പോകുന്നതിൻ്റെ വക ഞങ്ങളുടെ 2-3 റിവാർഡുണ്ട്, അതങ്ങ് തന്നുവിടാം, നീ എന്ത് വരും നോക്കാം. ഇവൻ ആദ്യം ഒന്ന് ബലം പിടിച്ച് നോക്കി. അപ്പം ഞാൻ അപ്പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ടോയ്ലറ്റിലോ മറ്റേ പോയപ്പോൾ പോലീസുകാർ പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് പറയണത്, വെറുതെ വരട്ടത്തില്ല. പിന്നെ 2 റിവാർഡെന്ന് പറഞ്ഞത് എന്താണെന്ന് റിമാൻഡിൽ പോകുമ്പോൾ ബാക്കി കൂടെ മനസ്സിലാക്കിക്കോണം. നിന്നെ ശരിയാക്കി കളയും, വരുന്നതിന് മുമ്പ് ഇതിന് നടപടി ഉണ്ടാക്കണം. ഇത് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവൻ ഇവിടെ വന്ന് ഇപ്പം ഇവൻ പലരെയൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ അടക്കം ശ്രദ്ധിക്കുന്നുണ്ട് പോലീസുകാരോട്, പല രാഷ്ട്രീയക്കാരാണ് വിളിക്കണമെങ്കിൽ ഇവിടെ നല്ല പൊട്ടി കൊടുക്കണമെന്ന്. അപ്പോൾ ഇവൻ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്കൊക്കെ വിളിക്കണം. അങ്ങനെ വിളിച്ചിട്ട് ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം, അല്ലെങ്കിൽ ജയിലിൽ പോകും എന്ന്. അപ്പം ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു, സാർ ഇവനെ ഇങ്ങോട്ട് വിട്ടു വന്നാൽ മതി, ഞങ്ങളെല്ലാം കൂടെ ജയിലിൽ പോകാം, ഇവനെ ഇതിനെ പുറത്തിട്ട് തല്ലിക്കൊന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. കൂടുതൽ ആരോഗ്യമുള്ള 3-4 പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ ഒരു വികാരം നമുക്ക്, അവർ ചെയ്താൽ പോലും നമ്മളവരെ ന്യായീകരിച്ചു പോകും. കാരണം അവരുടെ കുടുംബമൊക്കെ അങ്ങനെ നശിച്ച് ഇതായിരിക്കുകയാണ്. അവസാനത്തെ ആശയം ജീവിതത്തിലുണ്ടായിരുന്ന ഒരു മകൻ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ, അവൻ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാം വിറ്റ് പെറുക്കി കൊടുത്തു വിട്ട പണം അടിച്ചു മാറ്റിയിട്ടാണ് ഇവരോട് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇമോഷൻസ് എങ്ങനെയാണ്. ഞാനൊരു പോലീസുകാരോട് പറഞ്ഞു, നീ അടുത്തൊന്നും ഇല്ലെങ്കിൽ വല്ല ആൾക്കാരും അടുത്ത് വല്ല കുപ്പി എടുത്ത് അരക്കഴിക്കുകയോ ചെയ്യരുത് ഇവനെ, അതുകൊണ്ട് സൂക്ഷിച്ചോളാം. കാരണം അവരങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രായമുള്ള സ്ത്രീകളൊക്കെ ഇവനെ ഇങ്ങനെ പ്രായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നീ നശിച്ചു പോടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇവൻ ആരെയോ വിളിച്ചിട്ട് അവിടുത്തെ ഏജന്റിനെ കിട്ടിക്കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, അവൻ നോർത്ത് ഇന്ത്യനാണ്. ഞാൻ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ഹിന്ദിയിലും ബാക്കി ഇംഗ്ലീഷിലും ഞാൻ അവരുടെ കാര്യം പറഞ്ഞു, ഇവനെ ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും, നല്ല ഇടിയും കൊടുക്കും. അത് കഴിഞ്ഞാൽ നീ എവിടെയാണെങ്കിലും ശരി നിന്നെ ഞാൻ പിടിക്കും, പിന്നെ നീ പണി ചെയ്യാത്ത ഞാൻ നിന്നെ ശരിയാക്കി തരും. 19 FIR നിന്റെ പേരിലുണ്ടാവും. നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ബന്ധുക്കളെ വരെ ഞാൻ പിടിച്ചോണ്ട് വരും. ഗോവയിലുള്ള നമ്മുടെ കണക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവനെ അവിടെ കൊണ്ടുവരാം. അവിടെ കുറേ നാട്ടുകാരുണ്ടല്ലോ മലയാളീസ്, അവരൊക്കെ വെച്ചിട്ട് കൊണ്ടുവരാന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ ചെയ്തത്. അപ്പോൾ ഇവനും ഓട്ടം പിടിച്ചു. അപ്പോൾ അറബിയെ ബന്ധപ്പെടാൻ നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ. അറബി പിടി കൊടുക്കത്തില്ല. അറബി പറഞ്ഞ് കാശ് തന്നു, ഇനി ഞാൻ തരത്തില്ല പോടാന്ന് പറഞ്ഞിട്ട് അവൻ ഓടിക്കാൻ. ഇവരെ ആൾക്കാർ തരികയെന്നാണ്. അല്ല, അയാൾ ഇരട്ടി പൈസ 3 ഇരട്ടിയാണ്ടൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു ഡെഡ് ലോക്കായി. അപ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെയോ അസുഖം വന്നിട്ട് അറബി ആശുപത്രി കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പോൾ പനി പിടിച്ച് അവിടെ വിറച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്, എന്തൊക്കെയോ അസുഖം വന്ന് അവിടെ കിടക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരാണ്, വേറെ അസുഖമൊന്നും ഉണ്ടാക്കുന്നത്. പക്ഷെ പനിയും ടെൻഷനും മാനസിക പ്രശ്നവും ഒക്കെ കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് താങ്ങാൻ ചിലപ്പോൾ അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് ഒന്നും എത്തുന്നില്ലേ. അപ്പം 1-2 പേര് കിടപ്പുണ്ട്. അവർക്ക് മരുന്ന് കൊടുക്കാൻ ഇയാൾ സമ്മതിക്കത്തില്ല, വെള്ളം കൊടുക്കാൻ മാത്രം, ഒരു കുപ്പി വെള്ളവും ഈ സാധനം, ഈ റേഷൻ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എത്രമാത്രം ക്രൂരനാകാൻ പറ്റും എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ക്രൂരതയുടെ വേറൊരു മുഖം തന്നെ ചിലരെടുത്ത് അണിഞ്ഞു കളയും. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെ വെള്ളവും ഭക്ഷണവും എത്തിക്കും എന്ന് ആലോചിച്ചിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു, ഭക്ഷണം വെള്ളം എത്തിച്ചില്ലെങ്കിൽ നിന്നെ പട്ടിണിയാണ് ഇവിടെ കെട്ടിത്തൂക്കുന്നു. ഇവൻ ഫ്രാൻറ്റിക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ വിളിക്കുന്നുണ്ട്, ആ കൂട്ടുകാരൻ ഈ കൂട്ടുകാരൻ കുറച്ച് വെള്ളം കൊടുക്കുമോ ഭക്ഷണം കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അന്നൊരു സംഭവം ഉണ്ടായി. ഒരാൾ എൻ്റെ മുമ്പേ വന്നു, അയാൾക്കൊരു 10, 60, 70 ലക്ഷം രൂപ 80 ലക്ഷം രൂപ വിറ്റാണ് ഒരാൾ കൊടുക്കാനുണ്ടായിരുന്നു. അയാൾ വർഷങ്ങളായിട്ട് ഇയാളെ പറ്റിച്ചാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചീറ്റിംഗ് ആണല്ലോ പരിപാടി. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് നിനക്ക് ജയിലിൽ പോവാം വാ എന്ന് പറഞ്ഞൊരു വിരട്ടം കൊണ്ട് വരും. അപ്പോൾ അവൻ പറയും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു 50-60% അന്ന് പോലീസ് അവിടെ ഓഫീസിൽ വെച്ച് കൊടുത്ത് ബാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് എന്തോ നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇയാൾ അതിന് 19 ലക്ഷം രൂപ ഏതാണ്ട് കിട്ടി നമ്മുടെ ഓഫീസ് കൊണ്ട്. അപ്പോൾ എന്നാ സാറേ, അപ്പോൾ ഇയാൾ അത് ഞാൻ പറഞ്ഞു വേഗം പോകുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ തിരിച്ചു പറഞ്ഞു, സാറേ എനിക്ക് ഈ സ്ഥലം അറിയാം, ഇത് സൗദി അറേബ്യയിലെ ഇന്ന സ്ഥലമാണ്, അവിടെ ഇങ്ങനെയാണ് സംഭവങ്ങൾ, അവിടെ പലരെയും ഇങ്ങനെ വന്ന് പറ്റിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, പിന്നെ പുറത്തുനിന്നുള്ള ഫിലിപ്പൈനിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്നവരൊക്കെ പെട്ടുപോകുന്നുണ്ട്. ഇവന്മാർ വിട്ടുപോയത് ഭയങ്കര മുരടന്മാരാണ്. അവരുടെ പണി തന്നെയാണ്, അവർ ജോലി ചെയ്യിക്കുന്നത് ഇങ്ങനെയാണ്, പൈസ കൊടുക്കാതെ നല്ല അടിയും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം സ്ഥലത്ത്, പക്ഷേ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, എനിക്കൊരു ഓഫീസുണ്ട്, ഞാൻ ഇവർക്ക് വേണമെങ്കിൽ ഈ സ്ഥലം പറഞ്ഞു തന്നാൽ ഞാൻ ഭക്ഷണവും വെള്ളവും അവിടെ എത്തിക്കാം. ഞാൻ സാറേ എനിക്ക് പൈസ തന്നതല്ലേ, ഞാനൊരു 50,000 രൂപ ഇപ്പോൾ തന്നെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഭക്ഷണം എത്തിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷം, ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ, താൻ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ മുമ്പിൽ തന്നെ അയാൾ വിളിച്ചിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു, കുറേ ലൊക്കേറ്റ് കുറച്ച് സമയം എടുത്തു, 3/4 മണിക്കൂർ. അപ്പോഴൊക്കെ ടെൻഷനാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് നമ്മളിതൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഈ 2 പിള്ളേർ എന്തായാലും മരിച്ചു പോകും, ചെയ്യുന്നതിന് പ്രയോജനം ഇല്ലാതെ വരും. അങ്ങനത്തെ ഒരു ടെൻഷൻ, നമ്മൾ ഈ സമയത്തിനേക്കാൾ മുമ്പേ ഓടാൻ ഈ സഹായം എത്തിക്കാനുള്ളൊരു നമ്മുടെ ഒരു വല്ലാത്ത വ്യഗ്രത എവിടെയുണ്ട്. എന്തായാലും അയാൾ വിളിച്ചു പറഞ്ഞു. രാത്രിയായപ്പോൾ ഇവരവിടെ പോയി, അവിടെ നിന്നെന്തോ ലൈറ്റ് അടിച്ച് കാണിക്കുക എന്തൊക്കെയോ ചെയ്ത് ആരോ 1-2 പേര് വന്ന് ഇവർ ഭക്ഷണവും കുറേ പഴങ്ങളും വെള്ളവും എല്ലാവർക്കും കൊടുത്ത് അവരുടെ കയ്യിലും കുറച്ച് പൈസ കൊടുത്തു. അപ്പോൾ പറഞ്ഞു പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല, ഇവിടെ ഇരിക്കുകയുള്ളൂ, നിങ്ങൾ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ഞങ്ങൾ രക്ഷപ്പെടണവരെ ഞങ്ങൾക്ക് ഈ പൈസ. അപ്പോൾ പറഞ്ഞ് അറബി അറിഞ്ഞാൽ അയാൾ ഇവരുടെ നേരെ കുസ്തിക്ക് വരും, ഇവിടെ ഭക്ഷണവും വെള്ളവും വന്നൊക്കെ പറഞ്ഞ് കുസ്തിക്ക് വരും.
അപ്പോൾ അയാൾ വേണമെങ്കിൽ ഇവരുമായിട്ട് അടിയുണ്ടാക്കും. പിന്നെ പറഞ്ഞിട്ട് അവരുടെ സ്ഥലമല്ലേ. അപ്പോൾ വേണമെങ്കിൽ അയാൾ വല്ല പ്രഷർ ഉപയോഗിച്ചിട്ട് ഇവരുടെ കമ്പനി പൂട്ടിക്കുക, അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഒളിച്ചൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അവർ റിസ്ക് എടുത്ത് ആ ദിവസത്തിൽ എത്തിച്ചു. അപ്പോൾ ഇയാളും ഓട്ടം പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് എംബസി അറിയിച്ചു. എംബസിയിൽ നിന്ന് ആളുകൾ ഇടപെട്ടിട്ട് ഇവരെ അവിടെ നിന്ന് ഈ പിന്നെ കയറ്റി വിടാനുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കി. ഞാൻ എന്നോട് പറഞ്ഞു വിമാന ടിക്കറ്റും ഇവിടെ വന്ന് ഇറങ്ങി സേഫായിട്ട് ഇവിടെ ഇറങ്ങാനുള്ള നടപടി കഴിയുന്നവരെ നീ ആ മൂല ഇരുന്നോളാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് ഇല്ലീഗൽ കസ്റ്റഡി ആണെന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ ഒരു പരാതിയുമായിട്ട് പോകാൻ ഞാൻ ഓട്ടം പിടിക്കും. അതിനകത്ത് ആ റിസ്ക് എടുത്തല്ലേ പറ്റുള്ളൂ. 19 ആളുകളുടെ കുടുംബത്തിലെ ആൾക്കാർ മരിക്കുന്നതിനേക്കാൾ നല്ലത് അതിന് വരുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ നോക്കാതെ വിചാരിച്ചു. അതെല്ലാം മാർഗം. അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന്. 2 ആൾക്ക് കുളിക്കാൻ സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പിന്നെ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്കാരുണ്ടാവും. അവരുടെ കൂടെ കഥ പറഞ്ഞ് കിടന്ന് ഉറങ്ങിക്കൊണ്ട് അങ്ങനെ. എന്തായാലും അല്ല, അയാളെ പിടിച്ച് ജയിലിടുക സെല്ലിടുകയൊന്നുമില്ല. അത് സംസാരിച്ച് അവിടെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ. അയാൾ അവിടെ ഇരിക്കുന്നു. എന്തായാലും അവർ ബോംബെയിൽ ലാൻഡ് ചെയ്ത് തിരിച്ച് ഇവിടെ വരുമ്പോൾ കാണുന്ന സീൻ അത് ഒരു സിനിമയിലൊന്നും ചെയ്താൽ ശരിയാവില്ല. റോ ഇമോഷൻസ്. അപ്പോൾ ഈ മകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന വാപ്പമാര്, ഉമ്മമാര്, ഭാര്യമാര്, കുട്ടികൾ, ഇവരൊക്കെ ഇങ്ങനെ വന്ന്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ കേരള പോലീസാണ് രക്ഷകൻ. നമ്മളെ എത്ര ചീത്ത പറഞ്ഞാലും ശരി, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ് അത്. നമുക്ക് ഇത്രയും എന്ന് പറഞ്ഞാൽ ഈ 19 കുടുംബങ്ങളിലെ ഒരാളുടെ വീതമല്ല, അവരോട് കണക്റ്റായിട്ട് നിൽക്കുന്ന ഇത്രയും പേരുടെ ജീവിതം, അവരുടെ മനസ്സുഖം, സന്തോഷം, ആരോഗ്യം, ഇതൊക്കെയാണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇയാളെ ഞാൻ അയാളെ കൊണ്ടൊരു കാര്യം പറയും, നീ ഇപ്പോൾ ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നിർത്തിക്കോണം. ഇനി എവിടെയെങ്കിലും റിക്രൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വൃത്തികേട് കാണിച്ചാൽ നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു നീ നോക്കിക്കോണം. എനിക്ക് അത്യാവശ്യം നിങ്ങളുടെ ജീവനാണ്. ഞാൻ അയാൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. കാരണം ഈ ഗൾഫിലൊക്കെ പോയിച്ചും വരുമ്പോൾ ഈ കുഞ്ഞുടുപ്പ്, ബിസ്ക്കറ്റ്, മിഠായി, ഇതൊക്കെ പ്രതീക്ഷിച്ച് കൊച്ചുകുട്ടികൾ ഉണ്ടാവും. ബാപ്പ വരുമ്പോൾ സാധാരണ അവരങ്ങനെയല്ലോ കാണുന്നത്. ഇത് വെറും കൈയുമായിട്ട് ജീവനും കൈ പിടിച്ച് ഓടി വന്ന കുറച്ച് പാവം ചെറുപ്പക്കാർ. ഞാനതല്ല, വന്ന് കയറിയപ്പം ആ 2 പേര് അസുഖം കൊണ്ട് വല്ലാതെ ആയിപ്പോയായിരുന്നു. 2 പേര് അവർക്ക് ഇവിടെ വന്നിറങ്ങിയപ്പം അവരുടെ പനിയൊക്കെ എങ്ങോട്ടോ പോയി. അവർക്ക് വളരെ സന്തോഷം. ഞാൻ ഈ 3 ജില്ലകളിൽ നിന്നുള്ള ഈ ആൾക്കാർക്ക് ഇയാൾ കുറച്ച് പൈസ കൊടുത്തു. തിരിച്ച് എവിടെ നിന്നൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പൈസ കൊടുത്തു. അതുകൂടാതെ ഞാൻ പറഞ്ഞു നീ കുറച്ച് മിഠായി, ബിസ്ക്കറ്റും കുറച്ച് കൊച്ചുടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. 19 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പോലീസിൻ്റെ കഴിവാണോ ദൈവനിശ്ചയപ്രകാരമാണോ അവരുടെ വിധിയാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് വളരെ ഭംഗിയായി ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നെനിക്ക് ഓർമ്മയുണ്ട്. അത് ജീവിതത്തിൽ ഇങ്ങനെ മറക്കാനാവാത്ത സംഭവങ്ങൾ നന്നായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അന്നത്തെ ഇതിനോടനുബന്ധിച്ച് ഒരു കണക്കുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായി. ഈ വന്ന ആള് നല്ലൊരു, ഞാൻ പറഞ്ഞില്ല, അയാൾ ഒരു 50,000 രൂപ കൊടുത്ത് സഹായിച്ചെന്ന്. ചില മനുഷ്യർ ഇങ്ങനെ നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെ വന്നു കയറും. നമ്മളവരെ പറ്റി വിചാരിക്കുന്നത് വളരെ മോശം ആൾക്കാരാണ്, പൈസ കടം കൊടുക്കുന്നു, പലിശ മേടിക്കുന്നു, അല്ലെങ്കിൽ വേറെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് നമ്മുടെ ധാരണ. പക്ഷേ ഈ മറ്റേ ആൾക്ക് കടം കൊടുത്ത പൈസയായിരുന്നു. ഇയാള് ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അന്ന് അവിടെ ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനവിടെ പോയി. എനിക്ക് തോന്നുന്നത് ഒരു പയ്യൻ കാമുകിയെ കാണാൻ പോയിട്ട് കാമുകിയുടെ വീടിൻ്റെ മുന്നിൽ പോയി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചൊരു ഒരു പയ്യനെ അവിടെ വന്നിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പം അയാളെ പോയി കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നത് വലിയ സെൻസേഷണൽ ഇഷ്യൂ ആയിരുന്നു. കാമുകിയുടെ വീട്ടിൻ്റെ വാതിക്കെ പോയിട്ട് അവളെ വിളിച്ചിട്ട് വരാതെ മണ്ണെണ്ണ ഒഴിച്ച് അങ്ങനെ കത്തി. എന്നിട്ട് അവൻ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ദേഹം മുഴുവൻ പൊള്ളി. 6-7 ദിവസം കിടന്ന് കരഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴും അലർച്ച കേൾക്കായിരുന്നു. അവന് പൊള്ളൽ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഡോക്ടറും നേഴ്സും ഒക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ പോയി അവിടെ ടോയ്ലറ്റിലിരിക്കുന്ന വെള്ളം എടുത്ത് ദേഹത്ത് ഒഴിച്ചിട്ട് വന്നിരിക്കും. ഇപ്പോൾ എല്ലാവരും പറയും ഇൻഫെക്ഷൻ ആകുമെങ്കിൽ ഞാൻ മരിച്ചു പോയിക്കോട്ടെ, പക്ഷെ എനിക്കിത് താങ്ങാൻ പറ്റും. അങ്ങനെ സിറ്റുവേഷൻ. ഞാനവിടെ പോയതാണ്. അവിടെ പോയി അയാളെ കണ്ട് സംസാരിച്ചതിന് ശേഷം വാർഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിന്ന് കരയുന്നുണ്ട്. ഒരു 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടി കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് വല്ല പ്രശ്നമുണ്ടോ? ഇനിയിപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ക്യാൻസർ വാർഡാണ്. അപ്പോൾ അവിടെ ഇനി അമ്മ മരിച്ചു പോകാൻ പോവുക വല്ലതാണോ, വളരെ സീരിയസ് കണ്ടീഷൻ ആയിരിക്കാം ഒരു പക്ഷേ. അപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്ന എനിക്കൊന്ന് ഷൈനാണെന്ന് തോന്നുന്നു പോലീസുകാരൻ.
അവിടെ ഏറ്റവും നല്ല സ്മാർട്ടായിട്ടൊരു കക്ഷിയുണ്ട്, എല്ലാവരോടും നന്നായിട്ട് ഇടപെടുന്ന ഒരു ഷൈൻ. അതിന് അയാളും ഷൈനും ലാൻസെറ്റും ഒക്കെ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതോ ഞാൻ അൻഷാദോ ആരോ, അവരോട് ഞാൻ പറഞ്ഞു ഒന്ന് ചോദിച്ചിട്ട് വാ. അപ്പോൾ നമ്മൾ ഓഫീസറൊക്കെ ചെന്ന് യൂണിഫോം ഇവിടെ 5-6 പോലീസുകാരൊക്കെ നോക്കി പിള്ളേർക്ക് പേടിയായി. ഷൈനാകുമ്പോൾ അത് നല്ല സുന്ദരമായിട്ട് ഹാൻഡിൽ ചെയ്യും. ഷൈനോടെ പോയിട്ട് എന്താ മോളെന്നൊക്കെ ചോദിച്ച് കാര്യം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് അമ്മ വളരെ സീരിയസ് ആയ ക്യാൻസറസ് കണ്ടീഷനിൽ കിടക്കാൻ അവിടെ. അപ്പോൾ അവൾക്ക് അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരണം, കഞ്ഞി കൊടുക്കണം, വീട്ടിൽ ചമ്മന്തി അരയ്ക്കാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ, പോകാൻ പൈസ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ എങ്ങനെ സഹായിക്കും. ഇപ്പം തിരിച്ചു വന്നിട്ട് നമ്മളവിടെ നിൽക്കുക, ഞാൻ പോയിട്ട് ഒരാളെ എടുത്ത് പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പൈസ ഒന്നുമില്ല, യൂണിഫോമിനകത്തൊന്നും അങ്ങനെ പൈസ വെച്ചുകൊണ്ട് പോകത്തില്ല. അപ്പം ഞാൻ അവിടെ വന്നിട്ട് ഞാൻ ഈ വിഷയം സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാൾ ഈ പൈസ കൊടുക്കാമെന്ന് പറയുന്നു, അവിടെ 50,000 രൂപ എത്തിച്ചു കൊടുക്കാമെന്ന് പറയുന്ന ആ സമയത്ത് ഞാനിങ്ങനെ അവിടെ നിന്ന് ഷൈനുമായിട്ട് സംസാരിക്കും. ഷൈനെ, അവൾക്ക് കുറച്ച് പൈസ ഒരു കൊച്ചു കുട്ടിയല്ലേ, അവളെങ്ങനെ ഇത് താങ്ങാൻ പറ്റും, പിന്നെ അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ അവൾ എന്ത് ചെയ്യാനാണ്. അത് തന്നെയല്ല, അതിനകത്ത് നമുക്ക് തോന്നിയ ഒരു വിഷയം, ഈ 16 വയസ്സുള്ളൊരു പെൺകുട്ടി ജീവിതത്തിൽ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് മേടിക്കാനോ ഭക്ഷണത്തിന് വേണ്ടി പൈസയ്ക്കോ ഇറങ്ങിയാൽ ഉണ്ടാകാവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ തലയിൽ വന്നത്. അപ്പോൾ ഞാനിതവിടെ ഒന്ന് അവതരിപ്പിച്ചു, എന്താ ചെയ്യുക ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഇയാൾ അവിടെ കേട്ടു നിന്നിട്ട് അയാൾ പറഞ്ഞു, സാറേ ആ കൊച്ചിന് ഞാനൊരു കുറച്ച് പൈസ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ, അപ്പം നമ്മൾ നേരത്തെ കണ്ട മനുഷ്യത്വമില്ലാത്ത കുറേ മനുഷ്യരുടെ മുഖങ്ങളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായ ഒരാളെയാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ കൊടുക്കാം സാറേ, എനിക്കൊരു 25,000 രൂപ കൊടുക്കാം. ഞാൻ വിചാരിച്ചു 25,000 രൂപ ഈ കുട്ടി വാങ്ങിക്കുമോ. എന്തായാലും ശരി, ഷൈൻ്റെ കൊടുത്തു വെച്ചു. ഷൈൻ അതുമായിട്ട് ചെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്നിട്ട് ഈ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒരു 25,000 രൂപയുണ്ട്, നീ ഇതെടുത്തോളാൻ പറഞ്ഞു. അവളപ്പം തന്നെ ഓടി, അമ്മ എനിക്ക് വേണ്ട, പൈസ വേണ്ട, ഞാൻ മേടിക്കത്തില്ല, ഇത്രയും പൈസ ഒന്നും വേണമെന്ന് പറഞ്ഞ് ഓടി അമ്മ എടുത്തത്. അവൾ വരെ തെറ്റിദ്ധരിച്ചാണ് 25,000 രൂപയൊക്കെ കൊടുത്തിനി അവളെ പിടിച്ചോണ്ട് പോകേണ്ടവരാണ് വിചാരിച്ചത്. എന്തായാലും അവളുടെ അമ്മയോട് ചെന്നപ്പോൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അത്രയും പൈസ ഒന്നും വേണ്ട, അതിനുള്ള സാമ്പത്തികമൊന്നും ഉള്ള ആൾക്കാരല്ല ഞങ്ങൾ. അതൊരു ചിന്താഗതി, എത്ര ലളിതമായ ഒരു മനസ്സ്. അവർ പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും സാറേ, എൻ്റെ ചുറ്റും കിടക്കുന്ന ബാക്കി കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ സ്ഥിതി ഇതാണ്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കുറച്ച് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഷൈൻ അയാൾക്ക് തോന്നിയ പോലെ 3,000-4,000 ഒക്കെ വെച്ച് കുറച്ച് പേർക്ക് കൊടുത്തു. അപ്പോൾ അതിനകത്തൊരു വലിയ മനസ്സുണ്ട് ആ സ്ത്രീയിലെ. വേണമെങ്കിൽ 25,000 രൂപ ഒറ്റയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം, അസുഖമാണ്, മകൾ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ അവിടെ പോലും ഈ കിട്ടിയ പൈസ പങ്കുവെക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് പൈസ കൊടുത്തു. അതിനുശേഷം അപ്പം ഞാൻ കണ്ടത്, ഈ കൂട്ടത്തിൽ മനുഷ്യരെ സഹായിക്കാൻ തയ്യാറുള്ള ചില നല്ല മനുഷ്യരുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് തന്ന 75,000 രൂപ പോയി. അയാൾക്കൊരു പക്ഷേ ദൈവം തിരിച്ച് ഈ പൈസ കൊടുത്തതിൻ്റെ ഒരു സന്തോഷം കൊണ്ടായിരിക്കും അത് ചെയ്തത്. 75,000 രൂപ പൊക്കോട്ടെ, എനിക്ക് എന്തായാലും എൻ്റെ പണം തിരിച്ചു കിട്ടിയില്ല. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് പുതിയ തലമുറയിലെ ഉദ്യോഗസ്ഥന്മാരോടാണ്. നമ്മളെ എങ്ങനെ മനുഷ്യരോട് ഇടപെടണം, ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ ആളുകളെ സഹായിക്കണം, അവർക്ക് വേറൊരു മാർഗമില്ലാതെ വരുമ്പോഴാണ് നമ്മളെ തേടി വരുന്നത്. അപ്പോൾ നമുക്ക് കഴിയുന്ന എല്ലാ സഹായവും അവർക്ക് കൊടുക്കാൻ നോക്കണം. അത് മനുഷ്യത്വപരമായ കടമയാണ്. ഹാപ്പി ഓണം.